രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചായ. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മാറ്റിവെക്കാനാവാത്ത ഒരു ശീലമാണിത്. ചിലർക്ക് കട്ടനാണിഷ്ടം, ചിലർക്ക് പാൽ ചായ, മറ്റു ചിലർക്ക് ഇഞ്ചിയും ഏലക്കയും ഇട്ട മസാല ചായ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ ചായയെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന്? ചായ കുടിക്കുന്നവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്നത് എന്താണ്? വെറുമൊരു പാനീയം എന്നതിലുപരി ചായ എങ്ങനെയാണ് നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചായപ്രേമികളുടെ സൈക്കോളജിയെക്കുറിച്ചാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് ചായയോടുള്ള ഇഷ്ടത്തിന്റെ ആദ്യത്തെ മനഃശാസ്ത്രപരമായ കാരണം അതിന്റെ ചൂടാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂടും നമ്മുടെ മനസ്സിന് തോന്നുന്ന ഊഷ്മളതയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സൈക്കോളജിയിൽ ഇതിനെ വാംത് കോമ്പറ്റൻസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുള്ള ചായ കയ്യിൽ പിടിക്കുമ്പോൾ ആ ശാരീരികമായ ചൂട് നിങ്ങളുടെ തലച്ചോറിനൊരു സുരക്ഷിത ബോധം നൽകുന്നു. തനിച്ചാണെന്ന തോന്നൽ മാറ്റാനും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ആ ചൂട് സഹായിക്കും. അതുകൊണ്ടാണ് സങ്കടം വരുമ്പോഴോ ഒറ്റപ്പെടൽ തോന്നുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ ഒരു കപ്പ് ചായ തേടിപ്പോകുന്നത്. ചായ കുടിക്കുന്നത് വെറുമൊരു ചെറിയ പരിപാടിയല്ല. ചായ ഉണ്ടാക്കുന്നത് മുതൽ അത് കുടിച്ചു തീർക്കുന്നതുവരെ ഒരു പ്രക്രിയയുണ്ട്. ആ ചായയുടെ മണം മൂക്കിലേക്കടിക്കുന്നത്, ഗ്ലാസിൽ നിന്ന് ആവി ഉയരുന്നത് കാണുന്നത്, ആദ്യത്തെ സിപ്പെടുക്കുന്നത്. പലർക്കും ഇതൊരു മെഡിറ്റേഷൻ പോലെയാണ്. നമ്മുടെ തലച്ചോറ് ശീലങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ദിവസവും ഒരേ സമയത്ത് ഒരേ രുചിയിൽ ചായ കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു ക്രമം നൽകുന്നു. ജീവിതത്തിലെ ടെൻഷനുകൾക്കിടയിൽ എല്ലാം കൺട്രോളിലാണ് എന്ന് തോന്നിപ്പിക്കാൻ ഇത്തരം കൊച്ചു ശീലങ്ങൾ സഹായിക്കും. അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചായയുടെ സോഷ്യൽ സൈക്കോളജി നോക്കാം. മലയാളിയുടെ ചർച്ചകൾ തുടങ്ങുന്നത് ചായക്കടയിൽ നിന്നാണ്. ചായ എന്നത് വെറുമൊരു ഡ്രിങ്ക് മാത്രമല്ല, അതൊരു സോഷ്യൽ ലൂബ്രിക്കന്റാണ്. അതായത് രണ്ടുപേർ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ചായയോളം വലിയ മരുന്നില്ല. നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന ചോദ്യത്തിന് പിന്നിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഓഫീസിലെ കടുപ്പമേറിയ മീറ്റിംഗുകൾക്ക് ശേഷമുള്ള ടീ ബ്രേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത്. ഒരാളോടൊപ്പം ചൂടുള്ള പാനീയം കുടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അയാളെ വിശ്വസിക്കാനും കൂടുതൽ തുറന്ന് സംസാരിക്കാനും തയ്യാറാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചായയോടുള്ള ഇഷ്ടത്തിനു പിന്നിൽ വലിയൊരു വിഭാഗം നൊസ്റ്റാൾജിയ ഒളിഞ്ഞിരിപ്പുണ്ട്. പലർക്കും ചായ എന്നത് കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. മഴയുള്ള വൈകുന്നേരങ്ങളിൽ അമ്മ ഉണ്ടാക്കിത്തന്ന ചായയുടെ മണം, അല്ലെങ്കിൽ കോളേജ് ക്യാന്റീനിലെ ആ പഴയ ചായയുടെ രുചി. നമ്മുടെ മണക്കാനുള്ള കഴിവും ഓർമ്മകളും തലച്ചോറിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചായയുടെ ആ പ്രത്യേക ഗന്ധം നമ്മളെ പഴയ നല്ല കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു സിപ്പ് ചായയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ആ പഴയ സന്തോഷത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. ചായ ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവത്തെക്കുറിച്ച് ചില രസകരമായ നിരീക്ഷണങ്ങളുണ്ട്. പൊതുവെ ചായപ്രേമികൾ കൂടുതൽ ക്ഷമയുള്ളവരും കാര്യങ്ങളെ ആഴത്തിൽ ചിന്തിക്കുന്നവരുമായിരിക്കും. കോഫി കുടിക്കുന്നവർ പലപ്പോഴും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ചായ കുടിക്കുന്നവർ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചായ കുടിക്കുന്നത് നമ്മളെ കൂടുതൽ ക്രിയേറ്റീവാക്കുമെന്ന് പറയപ്പെടുന്നു. എഴുത്തുകാരും കലാകാരന്മാരും ചായയെ ഇത്രയധികം സ്നേഹിക്കാൻ കാരണവും ഇതാകാം. മനസ്സിനെ ശാന്തമാക്കി പുതിയ ചിന്തകൾക്ക് ഇടം നൽകാൻ ചായ സഹായിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ചായ എന്നത് വെറും വെള്ളവും ചായപ്പൊടിയും പാലുമല്ല. അത് സ്നേഹമാണ്, സമാധാനമാണ്, ഒരു വലിയ ആശ്വാസമാണ്. ജീവിതം വലിയ തിരക്കുകളിലേക്ക് പോകുമ്പോൾ, സങ്കടങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് ചായയിൽ അഭയം പ്രാപിക്കുന്നു. നിങ്ങൾ എത്ര ഗ്ലാസ് ചായ കുടിക്കാറുണ്ട്? ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്കെന്താണ് തോന്നാറുള്ളത്? നിങ്ങളുടെ ചായ വിശേഷങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചായയെ പ്രണയിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം.